ആ പ്രയർ കാരണം ഡീമൻ വീക്കായെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഏയാങ്ങിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. അവള് ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. സാത്താനെ പറ, നിന്റെ പേരെന്താണ്? എത്ര ചോദിച്ചിട്ടും സാത്താൻ പേര് പറയില്ല. ഒടുവില് വേദന താങ്ങാനാവാതെ ആ ഡീമൻ തന്റെ പേര് ഉറക്കെ വിളിച്ചു പറയും, ബീമൂട്ട്. അവരങ്ങനെ ദൈവത്തിന്റെ നാമത്തില് ആ ഡീമനെ ഏയാങ്ങിന്റെ ശരീരത്തിൽ നിന്ന് പറഞ്ഞയക്കാണ്. ഏയാങ്ങിന്റെ വായിൽ നിന്ന് കറുത്ത നിറത്തിൽ എന്തോ പുറത്തേക്ക് പോകുന്നു. അവളും പതിയെ പതിയെ ആ ബെഡിലേക്ക് വന്നു വീണു. ഒരു വിധത്തിലെ ആ സാത്താൻ ഏയാങ്ങിനെ വിട്ടുപോയി. അവർക്ക് കൂട്ടുകാരിയെ തിരികെ കിട്ടി. രണ്ടുപേരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണ്. എന്നാൽ ആ സന്തോഷം ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു. ഈ സമയം ഏയാങ്ങിന്റെ ആ മുറിയിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ച് ഒരു ലേഡി വരുന്നുണ്ട്. ആ സ്ത്രീ മറ്റേ ആരുമല്ല, ഈ കൾട്ട് ഗ്രൂപ്പിലെ ആളാണ്. ആ സ്ത്രീ സാത്താനെ വിളിച്ചുകൊണ്ട് എന്തോ മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സാത്താൻ ബാധ കയറിയ ആ ലേഡി ആണെങ്കില് ഒന്നും അറിയാതെ ആ ബെഡിൽ കിടന്നിരുന്ന നമ്മുടെ ഏയാങ്ങിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുവാണ്. ആ കൂട്ടുകാരികൾക്ക് അത് കണ്ടുനിന്ന് കരയോ അല്ലാതെ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ആ ലേഡി കത്രികയായിട്ട് ക്യാമറയിലേക്ക് നോക്കി അവരെ രണ്ടുപേരെയും വെല്ലുവിളിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്നെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇനി എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, ആരെയും കൊല്ലാം, ആർക്കും എന്നെ തടയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കാൻ എന്റെ പേരറിയണം. ഇനി ആ പേര് ആരും അറിയാൻ പോണില്ല എന്നും പറഞ്ഞ് ആ ലേഡി തന്റെ നാക്ക് തന്നെ അറുത്തു മാറ്റി. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റിലേക്ക് മടങ്ങി വരുമ്പോ നമുക്ക് സിയോണിന്റെ ആ ബോക്സിനകത്ത് കുറച്ചു മുന്നേ ആ ലേഡി തന്റെ നാവ് മുറിച്ചില്ലേ, അത് ആ ബോക്സിനകത്ത് കാണാം. ഇപ്പോഴും ആ ബോക്സിനകത്ത് എന്താണെന്ന് സിയോങ് കണ്ടിട്ടില്ല. ഇതേ സമയം തന്നെ ഈ കെട്ടിടത്തിന് പുറത്തുള്ള ചോയി ക്യാമറയുടെ കണക്ഷൻ കട്ടായതിനെ തുടർന്ന് നായികയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സിയോങ്, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവളാണെങ്കിലേ എങ്ങനെയൊക്കെയോ പതിയെ അതിന് മറുപടി കൊടുക്കാൻ നോക്കും. അവൾക്ക് നല്ല വഴക്ക് കേൾക്കുന്നുണ്ട്. ചോയി എപ്പോഴും അവളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളിങ്ങനെ ചോയ്ക്ക് മറുപടി കൊടുത്ത് തിരിഞ്ഞു നോക്കുമ്പോഴോ ആ കൾട്ട് മെമ്പേഴ്സ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സിയോങ്ങിനാകെ പേടിയായി തുടങ്ങി. ഇനി അവർക്ക് മനസ്സിലായി കാണൂ. ഇപ്പോ കൂട്ടത്തിലൊരാൾ ചോദിക്കും, നീ ഈ മൂലക്കിരുന്ന് എന്ത് ചെയ്യാ? നിനക്ക് പ്രാർത്ഥിക്കണ്ടേ? ബാക്കി 5 പേരും അവളെ നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഇനി ഇവൾക്ക് ശാപം കിട്ടിയതാണോ? അവൾ എന്തിനിങ്ങോട്ട് വന്നിരിക്കുന്നേ? നമ്മള് അവളെ ശിക്ഷിക്കണോ? ഇതുപോലെ എന്തൊക്കെയോ അവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കൾട്ടിന്റെ ലീഡർ വന്ന് മണിയടിക്കും. നിർത്ത്, സമയമായി, അടുത്ത ആൾക്ക് വന്ന് ഗിഫ്റ്റ് കൊടുക്കാം. ഇതിനു മുൻപ് 3 പേരും കുഞ്ഞു കുഞ്ഞു ബോക്സുകളല്ലേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. എന്നാൽ ഇത്തവണ കിം എന്നൊരു ചെറുപ്പക്കാരൻ വലിയൊരു ബോക്സ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ അറിയാം അതൊരു ശവപ്പെട്ടിയാണ്. സിയോങ് ആ പെട്ടി കണ്ട് അമ്പരന്നിരിക്കുക. അതിനകത്ത് എന്താണെന്നറിയില്ല. അങ്ങനെ തന്നെ ആ ബോക്സിന് പിന്നിലെ ബാക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇനി 4ാമത്തെ കഥയുടെ പേരാണ് ദ ഫോമർ റെസിഡന്റ്. കഥ തുടങ്ങുന്നത് ജുൻഹി എന്നൊരു പെൺകുട്ടി തന്റെ കൊളീഗ്സിനോടൊപ്പം പാർട്ടിയൊക്കെ കഴിഞ്ഞ് അത് ആഘോഷിച്ച് ടാക്സിയിൽ വന്നിറങ്ങുന്നതാണ്. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. അതിന് കാരണമുണ്ട്. ജുൻഹിക്ക് നല്ലൊരു ജോലി, നല്ലൊരു അപ്പാർട്ട്മെന്റ് എല്ലാം സെറ്റായി. അങ്ങനെ ഫ്രണ്ട്സിനോട് യാത്ര പറഞ്ഞ് അവൾ ആ പുതിയ അപ്പാർട്ട്മെന്റിലെത്തി. ജുൻഹി വീട്ടിലെത്തിയ ഉടനെ തന്നെ ബെഡ്റൂമിന്റെ ഡോറില്ലേ, അതങ്ങ് ടബയെന്ന് പറഞ്ഞ് അടയുന്നുണ്ട്. ജുൻഹി ഇത് കണ്ടാകെ പേടിച്ചു പോയി. ഇനി ഈ നട്ടപ്പാതിരിക്ക് വല്ല കള്ളന്മാരും കയറിയതാണോ? അവള് പതിയെ ചെന്ന് ഡോറ് തുറന്നു നോക്കി. ആ മുറിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവൾ ഈ കാര്യം സുഹൃത്തിനോട് പറയുന്നുണ്ട്. പക്ഷേ സുഹൃത്ത് അവളെ സമാധാനിപ്പിക്കും. നിനക്ക് തോന്നിയതാവാം, നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ വീടിന്റെ ഫ്രണ്ട് ഡോറിലെ ടപടപയെന്ന് ആരോ തട്ടാൻ തുടങ്ങി. അതും ഈ നട്ടപ്പാതിരിക്ക്. അവൾ ആ ഡോറ് തുറക്കാതെ തന്നെ ചോദിക്കും, നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അപ്പുറത്ത് സംസാരിക്കുന്നത് ഒരു സ്ത്രീയാണ്. അയൽവാസിയായിരിക്കാം. ആ ലേഡി എന്തോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. വീടിനകത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആണോ, അതോ ഓഫ് ചെയ്തിരിക്കുകയാണോ? ആ വീടിനകത്തെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞോ? ഇത് കേട്ട് ജുൻഹി ആകെ അമ്പരന്നു പോയി. അല്ല, ഇതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? പെട്ടെന്ന് ആ സ്ത്രീയുടെ സ്വരം മാറാൻ തുടങ്ങി. പേടിച്ച് വിറച്ചാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. ഇതിനു മുന്നേ ഇതെന്റെ വീടായിരുന്നു. ഓ, അതിനിപ്പോ എന്താ? അതിനാ സ്ത്രീ പറയും, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ വീടിന്റെ ഓണർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പിന്നെ ആ സ്ത്രീയുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. ദയവ് ചെയ്ത് നീ ഈ വീടിനകത്തെ സാധനങ്ങളൊന്നും എടുത്തു മാറ്റരുത്. ആ ലേഡി ഈ വീട് മുഴുവനും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ടാലിസ്മാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ജുൻഹിക്ക് യാതൊരു പിടുത്തവുമില്ല. അവള് ഡോറ് തുറന്നു നോക്കുമ്പോഴോ അയൽക്കാരി ചേച്ചിയെ പിന്നെ അവിടെ കാണുന്നില്ല. അവര് തന്റെ ജീവനും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെ അന്ന് ജുൻഹി പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് ആദ്യത്തെ ദിവസമാണ്. എന്നാൽ
പാതിരാത്രി ആയതോടെ വീടിന്റെ മുകൾ നിലയിൽ നിന്ന് എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആരോ ഓടുന്നത് പോലെ, പിന്നെ ബഹളം വെക്കുന്നുണ്ട്. അവളത് എന്താണെന്നറിയാനായിട്ട് മുകളിലേക്ക് പോയി അയൽവാസിയുടെ ഡോറിൽ തട്ടി നോക്കി. അവിടെ താമസിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ പുതിയ താമസക്കാരിയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്ന് ഒച്ച കുറയ്ക്കാൻ പറ്റുമോ? ഇതിനാ അയൽവാസി എന്താ ചോദിക്കാന്നറിയോ, നീ താഴെ 102-ലാണോ? നീ എന്തിനാ അവിടെ താമസിക്കുന്നേ? നിനക്കൊന്നും വേറെ പണിയില്ലേ? പുള്ളിക്കാരന്റെ സംസാരം കേട്ട് യുൻഹിക്ക് ലൈറ്റായിട്ട് പേടിയായി. സോറി, എനിക്ക് തോന്നിയതാവാം, എനിക്ക് തെറ്റ് പറ്റിയതാന്നും പറഞ്ഞ് അവള് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഒരു മുത്തശ്ശി കണ്ണൊക്കെ തുറിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ജുൻഹി താഴേക്ക് ഇറങ്ങി പോയ ഉടനെ തന്നെ ആ മുത്തശ്ശി തന്റെ ജാക്കറ്റൊക്കെ തട്ടിക്കൊടയുന്നുണ്ട്. എന്നിട്ട് മന്ത്രങ്ങൾ ജപിക്കുന്നു. ഇത് കണ്ടാ പിന്നെ ആരാ പേടിക്കാത്ത? ജുൻഹി പേടിച്ചരണ്ടങ്ങ് ഇല്ലാതായി പോയി. അടുത്ത ദിവസം ഇക്കാര്യങ്ങളൊക്കെ അവള് കൂട്ടുകാരിയോട് പറയും. ജുൻഹി ഇത്രയും നാളും ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇപ്പോ സാലറി ഒക്കെ കൂട്ടി വെച്ച് വലിയൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. ശരിക്കും അത് ജുൻഹിയുടെ സ്വപ്നമായിരുന്നു. നീ ആ വീടിനകത്ത് തനിച്ചല്ലേ, ചിലപ്പോ ഇതൊക്കെ നിന്റെ തോന്നല് മാത്രമായിരിക്കാം എന്ന് പറഞ്ഞ കൂട്ടുകാരി അവളെ സമാധാനിപ്പിക്കുകയാണ്. അന്ന് ജോലി കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ മുകളിലെ താമസക്കാരൻ ജുൻഹിയുടെ പിന്നാലെ തന്നെയുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നേ? അതിന് അയാൾ പറയും, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അയാൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവളോട് ചോദിക്കും, നീ എന്തെങ്കിലും പ്രശ്നത്തിലാണോ? നിന്റെ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് കേട്ട് ജുൻഹി മറുപടി പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. ഏയ്, നീ എന്തായാലും ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ പോണില്ല, പിന്നെ ഞാൻ എന്തിനാ എന്റെ സമയം കളയുന്നേ? എന്തായാലും നിന്റെ കാര്യം പോക്ക എന്ന രീതിയിൽ പുള്ളിക്കാരൻ അവളെ നോക്കി വല്ലാത്തൊരു ചിരിയും ചിരിച്ച് വീട്ടിലേക്ക് നടന്നുപോയി. ഇപ്പോ വീട്ടിലെത്തിയ ജുൻഹി മുഖം കഴുകുന്ന നേരത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ വീടിനകത്ത് ഒരു പ്രേതം നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ടബേന്ന് പറഞ്ഞ് ഡോർ അടഞ്ഞു. ബാത്റൂമിനകത്ത് ലൈറ്റൊക്കെ മിന്നി മിന്നി നിൽക്കാണ്. ഇതോടുകൂടി ജുൻഹിക്ക് ഒരു കാര്യം ഉറപ്പായി, ഈ വീടിന് എന്തോ കുഴപ്പമുണ്ട്. അവള് പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആ പ്രേതം ജുൻഹിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ലൈറ്റൊക്കെ തനിയെ ഓണാവുന്നു, ഓഫാവുന്നു, ഡോർ തുറക്കുന്നു. ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം വീടിനകത്ത് പ്രേതമുള്ള കാര്യം ജുൻഹി കൂട്ടുകാരിയോട് പറയും. മാത്രമല്ല അയൽവാസികളൊക്കെ വളരെ വിയേഡായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ കൂട്ടുകാരി അവൾക്ക് ഈ ഈവിൾ സ്പിരിറ്റിനെയൊക്കെ ഓടിച്ചു വിടാനായിട്ട് ചില റിച്വൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരിക്ക് അത് മുത്തശ്ശി പറഞ്ഞു കൊടുത്തതാണ്. അന്ന് രാത്രി ജുൻഹി കൂട്ടുകാരി പറഞ്ഞതുപോലെ ആ ചടങ്ങുകളൊക്കെ ചെയ്യുക. വീടിന്റെ എല്ലാ ഡോറും ജനാലകളും തുറന്നിട്ടു. എന്നിട്ട് ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് നിന്നിട്ട് ആ പ്രേതത്തിനെ വിളിക്കും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അകത്തേക്ക് വരണോ? അത് ചോദിച്ച ഉടനെ തന്നെ കറണ്ട് പോയി. ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും പ്രേതമായിരിക്കും. അവള് ചെവി വെച്ച് നോക്കി, പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പൊ തന്നെ ആ ഡോറിലെ ടബയെന്ന് പറഞ്ഞ ശബ്ദം കേൾക്കാം. പുറത്ത് ആരും ഉണ്ട്, അത് പ്രേതമായിരിക്കോ? അപ്പോ പുറത്തുനിന്ന് ഒരു ലേഡിയുടെ ശബ്ദം കേൾക്കാം. അത് ഈ വീട്ടിലെ മുൻപ് താമസിച്ചിരുന്ന ലേഡിയാണ്. അവളെ ആദ്യത്തെ ദിവസം തന്നെ വാൺ ചെയ്തിരുന്നില്ലേ? ഇന്നാണെങ്കിൽ ആ സ്ത്രീ വാതില് തുറക്കെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഇവിടെ പ്രേതവുമില്ല ഭൂതവുമില്ല, നിങ്ങൾ എന്നെ വെറുതെ പേടിപ്പിക്കാതെ ഒന്ന് പോയി തരൂ. ആ സ്ത്രീ ആണെങ്കിൽ ഇല്ല ഞാൻ പോവില്ല, വാതില് തുറക്കെന്ന് പറഞ്ഞ് ഒച്ച വെക്കുകയാണ്. പിന്നെ രണ്ടും കൽപ്പിച്ച് ജുൻഹി ആ വാതില് തുറന്നു. ആ സ്ത്രീയെ രണ്ട് ചീത്ത വിളിക്കാൻ. പക്ഷേ സംസാരിക്കാനും ചീത്ത കേൾക്കാനൊന്നും ആ സ്ത്രീക്ക് നേരമില്ല. വെകിളി പിടിച്ചതുപോലെ അവർ ആ വീട് മുഴുവനും എന്തൊക്കെയോ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ലേഡി ആ വീട് മുഴുവനും മന്ത്രങ്ങൾ എഴുതിയ പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചിരുന്നു. ആ ടാലിസ്മാൻ അതൊക്കെ അവിടെ തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി. പേടിച്ചിട്ട് ജുൻഹി തൽക്കാലത്തേക്ക് അതൊന്നും തന്നെ എടുത്തു മാറ്റിയിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിനകത്ത് ഒരു കൊല നടന്നിരുന്നു. അതൊരു സ്ത്രീയായിരുന്നു. ആ ഡെഡ് ബോഡി പല പല ഭാഗങ്ങളായിട്ടാണ് കണ്ടുകിട്ടിയത്. പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്ത്രീയുടെ തല ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. പിന്നീട് ഈ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. ആ ഡെഡ് ബോഡികൾക്കൊന്നും തന്നെ തലയുണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞു തീർന്നതോടെ കറണ്ട് പോയി. പിന്നെ പറയണോ, ആ ലേഡി പേടിച്ച് വിറക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് കരയുന്നത് കാണുമ്പോ ജുൻഹിക്കാകെ പേടിയായി. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ. പിന്നെ ആ ലേഡി എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞ് അലറി അടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഇവൾക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. ജുൻഹി നേരെ ആ ലേഡിയെ തെരഞ്ഞ് വീടിന് പുറത്തേക്ക് ഓടി. പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ഒരു ലേഡി അങ്ങോട്ട് ഓടി വരും. ഈ സ്ത്രീയാണ് അന്നൊരിക്കലെ സ്റ്റെയറിൽ നിന്നിട്ട് കണ്ണുരുട്ടിയത്. എന്തുപറ്റി? ആ പെണ്ണ് നിന്നോട് എന്താ പറഞ്ഞത്? പറ, അവൾ എന്താ നിന്നോട് പറഞ്ഞത്? ജുൻഹിക്ക് പേടിച്ചിട്ട് ഒന്നും മിണ്ടാൻ വയ്യ. ആ സ്ത്രീ മുന്നത്തെ താമസക്കാരിയായിരുന്നു, അത്രേ പറഞ്ഞുള്ളൂ. ഇത് കേട്ട ഉടനെ തന്നെ ആ ലേഡി പറയും, നീ ചെന്ന് ആ വീടിനകത്തെ മന്ത്രങ്ങളൊക്കെ എടുത്തു മാറ്റി, ആ മന്ത്രങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് കളയി, ഓടിക്കോ എന്നും പറഞ്ഞ് അലറുവാണ്. ഒരാൾ പറയുന്നു ടാലിസ്മാൻ മാറ്റരുത്, എടുത്ത് കളയരുതെന്ന്. മറ്റൊരാൾ പറയുന്നു അതൊക്കെ എടുത്ത് കത്തിച്ച് കളയാൻ. എന്താപ്പ ചെയ്യ? അവള് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിയെത്തി വീടിന്റെ മുക്കും മൂലയൊക്കെ അരിച്ചു പെറുക്കി ആ കടലാസുകളൊക്കെ കണ്ടെത്തി. ഒരു വിധത്തില് അവൾ അതൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞു. ഇതുകൊണ്ട് പ്രശ്നം തീർന്നോന്ന് ചോദിച്ചാല് ഒരു
ഒരിക്കലുമില്ല. അടുത്ത നിമിഷം തന്നെ വീടിന്റെ ചുമരിനുള്ളിൽ നിന്ന് ആരോ ഓടുന്ന ശബ്ദങ്ങൾ കേൾക്കാം. അവൾ ആ ശബ്ദം കേട്ട് വാൾപേപ്പറൊക്കെ മാന്തി പറിച്ചു നോക്കി. അപ്പൊ ദേ ആ ചുമര് നിറയെ മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ആ വീടിന്റെ ചുമര് മുഴുവനും ടാലിസ്മാൻ ഒട്ടിച്ചിരിക്കുക. ഇനി എന്ത് ചെയ്യും? പേടിച്ചരണ്ട് അവള് ചുറ്റും നോക്കി. ഇപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന ഒരു സത്യം തിരിച്ചറിയുന്നത്. കുറച്ചു മുൻപ് അവളോട് ഈ മന്ത്ര കടലാസുകളൊക്കെ കത്തിച്ചു കളയാൻ പറഞ്ഞിരുന്നില്ലേ? ആ ലേഡിയാണ് യഥാർത്ഥ പ്രേതം. അവരാണ് ഈ വീടിനകത്ത് ആദ്യം കൊല്ലപ്പെട്ടത്. ഈ വീട്ടിൽ താമസിച്ചിരുന്ന എല്ലാവരെയും കൊല്ലുന്നത് ഈ സ്ത്രീയുടെ പ്രേതമാണ്. അങ്ങനെ തന്നെ ആ പ്രേതം ജുൻഹിയെ അറ്റാക്ക് ചെയ്യുന്നു, കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് മുകളിലെ താമസക്കാരൻ ജുൻഹിയെ പുറത്തേക്ക് കാണാതാവുമ്പോ ഡോറ് തട്ടി നോക്കുന്നുണ്ട്. ആരെയും പുറത്തേക്ക് കാണുന്നില്ല. എന്നാൽ നമ്മളെ കാണിക്കുന്നുണ്ട് ആ 102-ാം മുറിക്കകത്ത് ജുൻഹി മരിച്ചു കിടക്കുന്നു. പെട്ടെന്ന് ഏതൊരു അദൃശ്യ ശക്തി ജുൻഹിയുടെ തല അവിടെ ഇട്ടിട്ട് ശരീരം മാത്രം അവിടെ നിന്ന് വലിച്ചോണ്ടുപോയി. അങ്ങനെ പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോ ആ ശവപ്പെട്ടിയിലുണ്ടായിരുന്നത് ജുൻഹിയുടെ തലയില്ലാത്ത ഡെഡ് ബോഡിയാണ്. ഇപ്പോഴാണ് ആ പെട്ടിക്കകത്തെ ഗിഫ്റ്റ് അതെന്താണെന്നുള്ളത് നായിക ശരിക്ക് കണ്ണു തുറന്ന് കാണുന്നത്. പേടിച്ചിട്ട് അവളെ കൊണ്ടൊന്ന് അനങ്ങാൻ പോലും വയ്യ. ഇക്കാര്യം എങ്ങനെ ചോയി അറിയിക്കും? ഇതേ സമയം തന്നെ ചോയി ആകെ ഭ്രാന്തെടുത്തിട്ട് ആ ബിൽഡിങ്ങിലേക്ക് വന്നോണ്ടിരിക്കുക. ക്യാമറയുടെ കണക്ഷൻ കട്ടായില്ലേ? ഈ പെണ്ണിത് ഇതിനകത്ത് എന്ത് ചെയ്യുക? ചോയ് ആ ഡോറ് തുറക്കാൻ നോക്കി. എന്നാ അത് അകത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ചോയ് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ അപ്പാർട്ട്മെന്റിന്റെ ജനാല വഴി ആ മുറിയിലേക്ക് നോക്കുമ്പോ അതിനകത്ത് സിയോങ് പേടിച്ച് മിണ്ടാതിരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ശവപ്പെട്ടിക്കകത്തെ ഡെഡ് ബോഡി ചോയ് കാണുന്നുണ്ട്. അപ്പോഴേക്കും ആ കൾട്ട് ഗ്രൂപ്പിലെ ആളുകള് ചോയ് ഇങ്ങനെ ജനാല വഴി ഒളിഞ്ഞു നോക്കുന്നത് അവർ കാണും. അത് കണ്ട് ആകെ തിക്കും തിരക്കും ബഹളമായി. ചോയ് ആണെങ്കിൽ തന്റെ ജീവനും കൊണ്ട് താഴേക്ക് ഓടിപ്പോയി. എല്ലാവരും അത് ആരാന്നറിയാതെ ആകെ ടെൻഷനായിട്ട് തല പുകഞ്ഞു നിൽക്കുമ്പോ സിയോങ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ്. അവൾ ഉടനെ തന്നെ താഴെ ഇരുന്ന ഒരു ചെറിയ ബോക്സ് തുറന്നു നോക്കുന്നുണ്ട്. അതിനകത്ത് എന്താന്ന് നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ തന്നെ നമ്മളെ അവസാന കഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ 5-ാമത്തെ കഥയുടെ പേരാണ് സ്ട്രിംഗ്. കഥ തുടങ്ങുന്നത് ജീഹു എന്നൊരു ചെറുപ്പക്കാരൻ പുലർച്ചെ 4 മണിക്ക് അലാം അടിക്കുന്ന ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്നു. ജീഹുവിന്റെ ഫോൺ ഇരിക്കുന്നത് അടുക്കള ഭാഗത്താണ്. അവൻ ആ ഫോൺ എടുക്കാനായിട്ട് ബെഡിൽ നിന്ന് എണീറ്റു. പെട്ടെന്നാണ് അവന്റെ കഴുത്തിൽ എന്തോ വലിഞ്ഞു മുറുകുന്നത്. നോക്കുമ്പോ അതൊരു മെറ്റൽ വയറാണ്. ആ കയറ് നേരെ പോയിരിക്കുന്നത് ചുമരിലെ ഒരു ഹോളിലേക്കായിരുന്നു. അവൻ ആ കയറ് കഴുത്തിൽ നിന്ന് ഊരാൻ നോക്കി. ആ ഹോളിൽ നിന്ന് കയറ് വലിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ തന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കാം. അതായത് ജീഹുവിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന അതേ കയറിന്റെ അറ്റത്ത് അയൽവാസിയായ പെൺകുട്ടിയെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവനെ പോലെ തന്നെ. രണ്ടുപേരും പേടിച്ച് വെപ്രാളപ്പെട്ട് കയറ് വലിക്കുന്നു. രണ്ടുപേർക്കും കഴുത്ത് വേദനിക്കുന്നുണ്ട്. ജീഹുവിന് ആ പെണ്ണിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണോന്നറിയില്ല. ഹന, ആ കയറ് പിടിച്ച് വലിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നുണ്ട്. പെട്ടെന്ന് ജീഹുവിന്റെ മുറിയിലെ TV തനിയെ ഓണായി. അതിലെ ടൈമർ സ്റ്റാർട്ടായി. 3 മിനിറ്റാണ് അവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. ആ 3 മിനിറ്റ് എന്തിനായിരിക്കും? രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തമില്ല. ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാന്ന് വെച്ചാല് ജീഹുവിന്റെ ഫോൺ ഇരിക്കുന്നത് കിച്ചണിലാണ്. അവൻ എങ്ങനെയൊക്കെയോ ഫോൺ കൈയെത്തി എടുക്കാനൊക്കെ നോക്കി. പക്ഷേ ഫോൺ അവനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ടൈമർ സ്റ്റോപ്പായി. അവർക്ക് കൊടുത്ത ആ 3 മിനിറ്റ് കഴിഞ്ഞു. പെട്ടെന്ന് ജീഹുവിന്റെ കഴുത്തിലെ കയറ് ടൈറ്റായി അവനെ പിന്നിലേക്ക് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആ ചുമരിനുള്ളിൽ നിന്ന് ബ്ലഡ് വരുന്നു. ഇനി ഹനക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? അവൻ പേടിച്ചിട്ട് ഹോള് വഴി അപ്പുറത്തേക്ക് നോക്കി. ഹന, നീ ഓക്കെ ആണോ? എന്തെങ്കിലും ഒന്ന് പറയ്. ഇവനിങ്ങനെ കിടന്ന് ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ട്. ഹനയുടെ യാതൊരു പ്രതികരണവും ഇല്ല. അപ്പോഴേക്കും TV സ്ക്രീനിലെ അടുത്ത ടൈമർ സ്റ്റാർട്ടായി. ഇപ്പോ ജീഹുവിന് ഒരു കാര്യം ഉറപ്പായി. ഈ കയറ് 3 മിനിറ്റിനുള്ളില് കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ അവന്റെ കാര്യം തീരുമാനമാവും. അവന്റെ കൈയെത്തുന്ന ദൂരത്ത് ഈ കയറ് മുറിച്ച് മാറ്റാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇപ്പോഴാണ് അവൻ മുകളിലുണ്ടായിരുന്ന ട്യൂബ് ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഗ്ലാസ് പീസ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കയറ് മുറിച്ചു മാറ്റാം. ജീഹു ഒരു കണക്കിന് ആ ബെഡിലേക്ക് കയറി നിന്ന് കൈയെത്തി പിടിച്ച് ആ ട്യൂബ് ലൈറ്റ് താഴേക്ക് തട്ടിയിടുന്നു. അവനും അതോടൊപ്പം പതുക്കോന്ന് പറഞ്ഞ് താഴേക്ക് വീണു. അങ്ങനെ അവൻ താഴെ വീണ് കിടക്കുമ്പോഴാണ് ബെഡിനടിയിൽ ആ കാഴ്ച കാണുന്നത്. തന്റെ ഡോഗ് കഴുത്തൊക്കെ മുറിഞ്ഞു കിടക്കുന്നു. ഡോഗിനെപ്പോഴും ജീവനുണ്ട്. ടൈമർ അവിടെ ഓടിക്കൊണ്ടിരിക്കുക. ഇനി 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതേ സമയം മറുവശത്ത് ഹനക്ക് ഇപ്പോഴും ജീവനുണ്ട്. നായകനിവിടെ ഈ കയറ് മുറിക്കാനുള്ള തന്ത്രപ്പാടിലാണെങ്കിൽ ഹന തന്റെ എല്ലാ സ്ട്രെങ്ത്തും എടുത്ത് ആ കയറ് വലിക്കാൻ തുടങ്ങി. കാരണം അവൾക്കും തന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. ഹന ആ കയറ് വലിക്കുമ്പോ ജീഹു ഇവിടെ കിടന്ന് ജീവന് വേണ്ടി പെടയുന്നു. രണ്ടുപേരും മത്സരിച്ച് കയറ് വലിച്ചോണ്ടിരിക്കുക. അവസാനം ആ പിടിവലിയില് ഹന മരണപ്പെടുന്നു. അങ്ങനെ 3 മിനിറ്റ് ടൈം അവസാനിക്കുന്നതിന് മുന്നേ ജീഹു ആ കയറ് തന്റെ കഴുത്തിൽ നിന്ന് അറുത്തു മാറ്റി. ഇതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാല് ഒരിക്കലുമില്ല. കാരണം ഇതൊരു ഗെയിമോ
അല്ലെങ്കിൽ മനുഷ്യന്മാരോ ചെയ്യുന്നതല്ല, മനുഷ്യരക്തത്തിന് വേണ്ടി സാത്താൻ ചെയ്യുന്നതാണ്. അടുത്ത സെക്കൻഡില് ജീഹുവിന്റെ ദേഹം മൊത്തം കയറ് വന്ന് വലിഞ്ഞു മുറുകാൻ തുടങ്ങി. ആ മുറി മുഴുവനും കയറ് കൊണ്ട് കെട്ടിയിരിക്കുക. ഇനി അവനും രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റിലേക്ക് മടങ്ങി വരുമ്പോ സിയോങ് ആ പെട്ടി തുറന്നു നോക്കിയിരുന്നില്ലേ? ആ പെട്ടിക്കകത്ത് ജീഹുവിന്റെ ബ്ലഡ് ആണ്, ആ സാത്താന് വേണ്ടി. ഇവിടെ മറുവശത്ത് റിപ്പോർട്ടർ ചോയ് ആ ബിൽഡിങ്ങിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് കാറിലേക്ക് ഓടിക്കേറി. ആ കൾട്ട് മെമ്പേഴ്സും തിരികെ മന്ത്രവാദം നടക്കുന്ന സ്ഥലത്തെത്തി. തുടർന്ന് അവര് പ്രാർത്ഥിക്കുന്നു. കാരണം ചോയെ പിടികൂടാ എന്നതിനേക്കാൾ പ്രധാനം ആ ചടങ്ങുകളൊക്കെ ചെയ്തു തീർക്കണം. സിയോങ്ങും ഒന്നും അറിയാത്തതുപോലെ അവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അവരുടെ ശ്രദ്ധ മാറിയ ഉടനെ തന്നെ അവള് ഹെഡ്ഫോണിലൂടെ ചോയോട് പറയും, ചോയ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്ക്. ഇവർക്ക് വേണ്ടത് പണമല്ല, മറ്റെന്തുവാണ്. ഞാൻ അപകടത്തിലാണ്. ഇതിന് ചോയ് പറയും, സിയോങ്, നീ പേടിക്കാതിരിക്കി. തൽക്കാലം നീ ആ ചടങ്ങ് തീരുന്നത് വരെ അവിടെ തന്നെ ഇരിക്കി. ഇത് കേട്ട് സിയോങ് ആകെ തരിച്ചുപോയി. ഇയാളിതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? അവള് അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ചോയ് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവസാനമായി ആ സാത്താന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് അത് നായികയാണ്. അവള് പേടിച്ച് വിറച്ച് ആ പണമുള്ള ബോക്സ് അവിടെ വെക്കുന്നു. ഇപ്പോഴാണ് സിയോങ് ആ സത്യം തിരിച്ചറിയുന്നത്. ഈ കൾട്ടിന്റെ ലീഡർ അവൾക്ക് മനഃപൂർവ്വമാണ് ഇൻവിറ്റേഷനില് എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരണം എന്ന് മുൻകൂട്ടി പറയാതിരുന്നത്. കാരണം ആ ഗിഫ്റ്റ് തന്നെ സിയോങ് ആണ്. അവള് തന്നെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്. ആ സാത്താന് വേണ്ടിയുള്ള 6ാമത്തെ ഗിഫ്റ്റ് അത് സിയോങ് ആണ്. മാത്രമല്ല അവളൊരു ജേർണലിസ്റ്റ് ആണെന്ന് ആ കൾട്ട് ലീഡറിന് മുന്നേ തന്നെ അറിയാം. ആ ഡീമന് പൂർണ്ണ രൂപം കൊടുക്കണമെങ്കിൽ മൊത്തം 6 ബോഡി പാർട്സ് വേണം. 6ാമത്തെ ബോഡി പാർട്സ് അത് സിയോങ്ങിന്റേതാണ്. അവൾക്ക് കാര്യം മനസ്സിലായി. മരണഭയത്തില് സിയോങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ കൾട്ടിലെ ആളുകള് അവളെ ബലമായിട്ട് പിടിച്ചു വെച്ച് സിയോങ്ങിന്റെ ഒരു ചെവി തന്നെ അറുത്തുമാറ്റി. ഇപ്പോ ആ ശവപ്പെട്ടിയില് മൊത്തം 6 ബോഡി പാർട്സ് സെറ്റ് ചെയ്യുന്നു. എല്ലാവരും ഫാദർ ഫാദർ എന്ന് പറഞ്ഞ് ആ സാത്താനെ ആരാധിക്കുന്നു. ഇതൊക്കെ കണ്ട് സിയോങ് ഒരു മൂലയ്ക്ക് പേടിച്ചിരിക്കുക. ഇതേ സമയം മറുവശത്ത് ചോയ് ആണെങ്കിലോ പോലീസിനെ വിളിക്കുന്നതിന് പകരം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തി. പുതിയ ക്യാമറ കിട്ടിയ ഉടനെ തന്നെ ചോയ് ആ കൾട്ട് നടക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു. ഇത്തവണ അവിടെ ആ ഡോറൊക്കെ ചോയ്ക്ക് വേണ്ടി തുറന്നു കിടക്കുവാണ്. അയാൾ ആ മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോ അതിനകത്ത് ആരെയും കാണുന്നില്ല. അതിനകത്ത് സിയോങ് മാത്രം തനിച്ചിരുന്ന് മന്ത്രങ്ങൾ ജപിക്കുന്നു. ഹേയ്, നിനക്ക് എന്താ പറ്റിയത്? അതിനെ അവളൊന്നും മിണ്ടുന്നില്ല. പതിവ് പോലെ തന്നെ ചോയ് അവളോട് ചൂടായി. നിന്നോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് നീ എന്തേ കാണിക്കുന്നേ? ദേഷ്യം വന്ന സിയോങ് എണീറ്റ് നിന്ന സാത്താനോട് പറയും, ഫാദർ, ഇവനെ ഒന്ന് കൊന്നുതരൂ. പേടിപ്പെടുത്തുന്ന രീതിയില് ഇവള് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക, കൊല്ല് കൊല്ല്. ചോയ്ക്കാണെങ്കിൽ ഇത് കണ്ട് പേടിയായി. ഈ കൾട്ട് ഗ്രൂപ്പിലെ എല്ലാവരും ആ സാത്താനോട് പ്രാർത്ഥിച്ചത് അവരുടെ ഭർത്താവിനെ, അച്ഛനെ, അമ്മയെ, സഹോദരനെ, സുഹൃത്തുക്കളെ ഇവരെയൊക്കെ കൊല്ലാനാണ്. അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലാനാണ് അവര് മറ്റുള്ളവരുടെ ബോഡി പാർട്സ് ആ സാത്താന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്റെ ഒരു ചെവി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സിയോങ് ആഗ്രഹിച്ചത് തന്റെ ബോസിനെ കൊല്ലാനാണ്, ചോയെ കൊല്ലാനാണ്. ഇപ്പോ ചോയ് ആണെങ്കിലോ അവിടെ താഴേക്ക് തളർന്നു വീണു. അവനെ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വയ്യ. എങ്ങനെയൊക്കെയോ ഇഴഞ്ഞു നീങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചോയ് അവിടെ മരിച്ചു വീഴുന്നു. തല മാത്രമായിട്ട് ആ സാത്താൻ എടുത്തോണ്ട് പോകുന്നുണ്ട്. ആ ശവപ്പെട്ടിയിലുള്ള സാത്താന് പൂർണ്ണ രൂപം കിട്ടി. സിയോങ് ആ സാത്താന് കൈ കൊടുത്ത് എണീപ്പിക്കുന്നത് കാണിച്ചാണ് ബോഡി പാർട്സ് എന്ന ഈ ഒരു സൗത്ത് കൊറിയൻ ആന്തോളജി ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.